സദ്ഗുരുഭ്യോ നമഃ. നമ്മുടെ ലളിതാദേവിയുടെ കേശാദിപാത വർണ്ണന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലളിതാ സഹസ്രനാമത്തിലെ ഓരോ നാമങ്ങളും നമ്മൾ വിശദമായി നോക്കുകയാണ്. അപ്പം അതിൽ ഇനി അടുത്തത് വരാൻ പോകുന്നത് ദേവിയുടെ തുട ഭാഗത്തെക്കുറിച്ച് പറയുന്നതാണ്. കാമേശജ്ഞാത സൗഭാഗ്യമാധവോരുദ്വയാന്യത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത. നമുക്ക് ഇത്ര ഭംഗിയായിട്ടാണ് ദേവിയുടെ തുടകളെ വർണ്ണിച്ചിരിക്കുന്നത്. കാമേശജ്ഞാത സൗഭാഗ്യ, ഇപ്പം കാമേശന് മാത്രം അറിയാൻ, കാമേശന് മാത്രം ജ്ഞാതമായ സൗഭാഗ്യം, അതൊരു സൗഭാഗ്യമാണ്. കാമേശജ്ഞാത സൗഭാഗ്യ മാർദ്ദവോരുദ്വയാന്വിത. ഊരുദ്വയം എന്ന് പറയുമ്പോൾ തുടകളെയാണ്. ഊരു ചാരു തവോരു ഘനമസൃണരുചോ ചിത്തചോരൂരമായ നമ്മൾ നാരായണീയത്തിൽ വായിക്കുന്നില്ലേ. അപ്പം ഊരുദ്വയം എന്ന് പറയുമ്പം തുടകളെയാണ് വർണ്ണിക്കുന്നത്. അപ്പം കാമേശജ്ഞാത സൗഭാഗ്യ മാർദ്ദവ ഊരുദ്വയാന്യുത, അത്രത്തോളം മാർദ്ദവമുള്ള ഊരുദ്വയം, കാമേശന് മാത്രം അറിയാവുന്ന, ശിവഭഗവാന് മാത്രം അറിയാവുന്ന ആ ഒരു മാർദ്ദവം ഏറിയ ആ തുടകളെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഒപ്പം മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത, മാണിക്യമകുടം പോലെ എന്നുവെച്ചാൽ മാണിക്യം കൊണ്ട് നിർമ്മിതമായ കിരീടം പോലെ, മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത. ജാനുദ്വയം എന്ന് പറയുമ്പം ഈ ഒരു കാൽ മുട്ടുകളെ, മുട്ടിൻ്റെ ഭാഗത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാണിക്യമകുടങ്ങൾ പോലെയാണ് ജാനുദ്വയ വിരാജിത. ജാനുദ്വയം, ദ്വയം എന്ന് പറയുമ്പോൾ എപ്പോഴും രണ്ടാണ്. അങ്ങനെയുള്ള കാൽമുട്ടുകളുമായി വിരാജിക്കുന്നവൾ. നോക്കൂ, ദേവിയുടെ കാലിൻ്റെ തുട പറഞ്ഞു, കാൽമുട്ട് പറഞ്ഞു. മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത. ഇനി അടുത്ത ശ്ലോകത്തിൽ ഇന്ദ്രഗോപരിക്ഷിപ്ത സ്മരതൂണാഭജംഗിക ഗൂഢഗുൽഭ കൂർമ്മപൃഷ്ട ജയിഷ്ണു പ്രപദാന്യുത. അപ്പം ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്മരതൂണാഭജംഗിക. അപ്പം ഇന്ദ്രഗോപം, ഇന്ദ്രഗോപം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഒരു മിന്നാമിന്നി പോലത്തെ ചുവന്ന പ്രാണികളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്ദ്രഗോപം, തിളങ്ങുന്ന ആ പുഴുക്കളെ പോലുള്ള ആ പ്രാണികളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്ദ്രഗോപ പരിക്ഷിപ്ത എന്ന് വെച്ചാൽ ചുറ്റപ്പെട്ട. സ്മരതൂണാഭ, സ്മരതൂണം എന്ന് പറഞ്ഞാൽ കാമദേവൻ്റെ ആവനാഴിയാണ് ഉദ്ദേശിക്കുന്നത്. സ്മരതൂണം, സ്മരതൂണാഭ, ആഭ എന്ന് വെച്ചാൽ ശോഭ, ജംഗിക എന്ന് വെച്ചാൽ കണങ്കാലുകളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ദേവിയുടെ ആ ഒരു കാലിൻ്റെ ഷേപ്പ് കണ്ടോ, അത് ആവനാഴിയാണ്, അതായത് സ്മരതൂണങ്ങളാണ്. കാമദേവൻ്റെ ആവനാഴിയുടെ ഷേപ്പാണ് അതിനെന്നാ പറയുക. നമ്മളിങ്ങനെ ചിത്രങ്ങളിൽ കാണാറില്ലേ, ആവനാഴി, ഒരു പാത്രം, പുറകിൽ വില്ല് വയ്ക്കുന്ന ആ പാത്രം, അമ്പ് വയ്ക്കുന്ന ആ പാത്രമല്ലേ, അതാണ് ആവനാഴി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് ദേവിയുടെ കണങ്കാല്. എത്ര ഭംഗിയെന്ന് നോക്കൂ. അപ്പം ഇന്ദ്രഗോപങ്ങൾ ചുറ്റിയ അത്രത്തോളം തിളക്കമുള്ള കാമദേവൻ്റെ ആവനാഴിയുടെ ശോഭയോടുകൂടിയ കണങ്കാലുകളാണ് ദേവിക്കുള്ളത് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. നമുക്ക് എത്ര ഭംഗിയായിട്ടാണ് ദേവിയുടെ കണങ്കാലുകളെ വർണ്ണിച്ചിരിക്കുന്നത്. ഒപ്പം ഗൂഢഗുൽഭ, ഗൂഢഗുൽഭ കൂർമ്മപൃഷ്ട ജയിഷ്ണു പ്രപദാന്യുത. ഗൂഢഗുൽഭ എന്ന് പറയുമ്പം ഗൂഢങ്ങളായ ഒളിഞ്ഞിരിക്കുന്ന ഗുൽഭങ്ങളോടുകൂടിയവൾ. ഗുൽഭം എന്ന് പറയുമ്പം നെരിയാണിയാണ്, കാലിൻ്റെ താഴ്ഭാഗം, ഉപ്പൂറ്റി എന്നൊക്കെ പറയില്ലേ. അപ്പം അത് വസ്ത്രങ്ങൾ വെച്ച് മറച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ അടിയിലാണ് അത് കാണുന്നത്, വസ്ത്രങ്ങൾ വെച്ച് മറഞ്ഞിരിക്കുകയാണ്. ഗൂഢഗുൽഭ കൂർമ്മ പൃഷ്ട ജയിഷ്ണു പ്രപദാന്യത. കൂർമ്മത്തിൻ്റെ പൃഷ്ഠം, കൂർമ്മം എന്ന് പറഞ്ഞാൽ ആമയാണ്. അപ്പം ആമയുടെ ആ പുറംപടിവുണ്ടല്ലോ, അതിനെ ജയിക്കുന്ന കൂർമ്മ പൃഷ്ട ജയിഷ്ണു പ്രപദാന്യത. പ്രപദ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ ഈ പുറം ഭാഗമല്ലേ, കാലിൻ്റെ കാൽപാദം അടിയിൽ, അതിൻ്റെ മുകൾ ഭാഗമല്ലേ അത്. അപ്പോൾ അത് ആമയുടെ പൃഷ്ഠം പോലെയാണെന്നാണ് പറയുക. അപ്പം കൂർമ്മ പൃഷ്ട ജയിഷ്ണു പ്രപദാന്യുത. അന്യുത എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്നവൾ, പ്രപദം എന്ന് പറഞ്ഞാൽ പുറവടിവ്. അപ്പം ആമയുടെ ആ പുറം ഭാഗം ഉണ്ടല്ലോ, അതിനെക്കാട്ടിലും ഭംഗിയാണ് ദേവിയുടെ കാലിൻ്റെ പ്രപദങ്ങൾ, ആ പുറം വടിവെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. നോക്കൂ, എത്ര ഭംഗിയായിട്ടാണ് ദേവിയുടെ കാലിനെ വർണ്ണിച്ച് വെച്ചിരിക്കുന്നത്. കൂർമ്മപൃഷ്ട ജയിഷ്ണു പ്രപദാന്യുത. ഇനി അടുത്ത നാമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നഖദീതി സംചന്ന നമജ്ജന തമോ ഗുണ. അപ്പോൾ ദേവിയുടെ കാൽപാദങ്ങളിലേക്ക് വരാൻ പോവാ, വിരലുകളിലേക്ക്. നഖമാണ് പറയുന്നത്. നഖദീതി, അതായത് നഖത്തിൽ നിന്ന് പ്രകാശിക്കുന്ന, നഖങ്ങളിൽ നിന്ന് വരുന്ന ആ കിരണങ്ങളുണ്ടല്ലോ, അത്
സംഛന്നമാക്കി കളയുന്നു എന്ന് വെച്ചാൽ ചിഹ്നമാക്കി കളയുന്നു. നമജ്ജന തമോ ഗുണം, നമിക്കുന്ന ജനങ്ങളുടെ തമോ ഗുണത്തെ ഇല്ലാതാക്കി കളയുന്നു. അപ്പം ഏതൊരാളാണോ ദേവിയുടെ കാൽക്കൽ ശരണം പ്രാപിക്കുന്നത് അവരിലെ തമോ ഗുണങ്ങളെ ഇല്ലാതാക്കി കളയുന്ന രശ്മികൾ ദേവിയുടെ കാലിൽ നിന്നും നഖത്തിൽ നിന്നും വരുന്നു എന്നുള്ളതാണ്. നമ്മൾ ദേവിയെ അഭയം പ്രാപിക്കുന്ന സമയത്ത്, ദേവിയെ നമസ്കരിക്കുന്ന സമയത്ത് ദേവിയുടെ നഖങ്ങളിൽ നിന്ന് വരുന്ന ആ ഒരു രശ്മി, ആ ഒരു പ്രകാശം നമിക്കുന്ന ആളുടെ മനസ്സിലെ തമോ ഗുണത്തെ ഇല്ലാതാക്കി കളയുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നഗദീരി സംശന്ന നമജ്ജന തമോ ഗുണ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ. പദദ്വയം, 2 പാദങ്ങൾ, പദദ്വയം പ്രഭാജാലം, ആ പദദ്വയത്തിൻ്റെ പ്രഭാജാലത്തിൽ പരാകൃതം ആക്കി കളയുന്നു. സരോരുഹ, സരോരുഹ എന്ന് പറഞ്ഞാൽ താമരയാണ്. അപ്പം താമരയുടെ ഭംഗിയെ ഒന്നുമല്ലാതാക്കി തീർക്കുന്ന തരത്തിലാണ് ദേവിയുടെ പാദങ്ങളുടെ പ്രഭാജാലം എന്നാ പറയുന്നത്. നമുക്ക് എത്ര ഭംഗിയായിട്ടാണ് ദേവിയുടെ പാദങ്ങളിൽ നിന്ന് വരുന്ന ആ കിരണങ്ങളെ, ആ പ്രഭാജാലത്തെ വർണ്ണിച്ചു വെച്ചിരിക്കുന്നത്. പദദ്വയ പ്രഭാജാല പരാകൃതം ഒഴിവാക്കി കളയുന്നു. സരോരുഹ. ഇനി കുറച്ചുകൂടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ദേവിയുടെ നടത്തത്തെക്കുറിച്ചൊക്കെ പറയാൻ പോവാം. ശിഞ്ചാനമണി മഞ്ജീര മണ്ഡിത ശ്രീ പദാംബുജ. ശിഞ്ചാനമണി മഞ്ജീരം. അപ്പം ദേവിയുടെ കാൽത്തളകളെ കുറിച്ച് പറയുകയാണ്. ശിഞ്ചാന മണിമഞ്ജീരങ്ങൾ. അപ്പം ദേവിയുടെ ഏറ്റവും കാൽപാദത്തിൽ നമുക്ക് മണിമഞ്ജീരങ്ങൾ, കിലക്കമുള്ള കാൽത്തളകൾ കാണാൻ സാധിക്കും. അപ്പം ശിഞ്ചാന മണിമഞ്ജീര മണ്ഡിതം, അലങ്കരിക്കപ്പെട്ടവൾ. ശ്രീ പദാംബുജ, ശ്രീ ഐശ്വര്യമുള്ള പദാംബുജം. പദാംബുജം എന്ന് പറഞ്ഞാൽ താമരയാണ്, അതായത് പദകമലം എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ദേവിയുടെ പാദങ്ങളെ താമരയോട് ഉപയോഗിച്ചിരിക്കുകയാണ്. ശിഞ്ചാന മണി മഞ്ജീര, കിലുങ്ങുന്ന ആ ഒരു കാൽത്തളകൾ ദേവിക്കുണ്ട്. ശിഞ്ചാന മണി മഞ്ജീര മണ്ഡിത ശ്രീ പദാംബുജ. മരാളി, മരാളി മന്ദഗമന, മരാളിയെപ്പോലെ അരയന്നപ്പിടയെപ്പോലെ നടക്കുന്ന, മന്ദഗമന അരയന്നപ്പിടയെപ്പോലെ മന്ദമന്ദം നടക്കുന്ന. മഹാലാവണ്യ ശേവധി. മഹാലാവണ്യ ശേവധി എന്ന് പറയുമ്പം ഈ മഹത്തായ ലാവണ്യത്തിൻ്റെ ശേവധിയാണ്. എന്നുവെച്ചാൽ ഈ സൗന്ദര്യത്തിൻ്റെ നിധിയായവൾ. ശേവധി എന്ന് പറഞ്ഞാൽ നിധി. അപ്പം ദേവിയുടെ ആ ഒരു കേശാദിപാത വർണ്ണന നടത്തിയതിന് ശേഷം അതിനെ ഒന്ന് ഉപസംഹരിക്കുകയാണ്, ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്നുവെച്ചാൽ ഇത്രയും സൗന്ദര്യത്തിൻ്റെ നിധിയായ ഈ ദേവിയെയാണ് ഞാൻ സ്മരിക്കുന്നത് എന്നുള്ളത് ആദ്യത്തെ നാമങ്ങളിലൂടെ പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പം ഇത് ചൊല്ലുന്ന സമയത്ത്, ലളിതാ സഹസ്രനാമത്തിൽ ഓരോ നാമങ്ങൾ ചൊല്ലുന്ന സമയത്ത് ലളിതാ ത്രിപുര സുന്ദരിയുടെ ആ രൂപം മനസ്സിൽ തെളിഞ്ഞു വരാൻ ആഗ്രഹിക്കുകയാണ്.